വാട്ട് ഈസ് വുമൺ എംപവർമെൻറ്റ്? മീറ്റ് കോമളം. കേരളത്തിലെ ലോവർ ക്ലാസിൻ്റെ നടുക്കഷ്ണമാണ് കോമളം. കോമളത്തിൻ്റെ മാസവാർഷിക വരുമാനം 0. കോമളത്തെ കെട്ടിയിരിക്കുന്നത് ഒരു മെയിൽ ഷോവനിസ്റ്റ് പിഗ്ഗാണ്. തദ്വാര അവൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളുടെ വെറൈറ്റികൾ ഇവയാണ്: ശാരീരികം, മാനസികം, ലൈംഗികം, അതിലെല്ലാം ഉപരി സാമ്പത്തികം. ഈ അഴലിൻ്റെ ആഴങ്ങളിൽ നിന്നും എങ്ങനെ കോമളം കരകയറും? കേരളത്തിലെ ശരാശരി സ്ത്രീകൾക്ക് കിട്ടുന്ന സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അങ്ങേയറ്റമായ യൂട്യൂബ് വീഡിയോകളിലാണ് അവളും അഭയം പ്രാപിച്ചത്. സ്ത്രീ തീയാണ്, തീക്കനലാണ്, തീരെ തെളിഞ്ഞ തിമിംഗലമാണ് എന്നൊക്കെയുള്ള യൂട്യൂബ് ആങ്ങളമാരുടെയും സ്യൂഡോ ഫെമിനിസ്റ്റുകളുടെയും തള്ളലുകൾ കേട്ട് അവൾ ആദ്യമായി അവരുടെ ഭർത്താവിന് നേരെ എതിർത്തു നിന്നു. ഈ ദുരിതക്കയത്തിൽ നിന്നും കോമളത്തിന് ഒരു തിരിച്ചുപോക്കിനുള്ള അവസരം കിട്ടിയാൽ അവൾ അവളുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാകും വരുത്തിയിട്ടുണ്ടാവുക? അതറിയാൻ വേണ്ടി നമ്മൾ അവൾക്കൊരു ടൈം മിഷൻ കൊടുക്കുകയാണ്. അവൾ തിരികെ പോയി നന്നായി പഠിച്ച് ഒരു ജോലി വാങ്ങുന്നു. തന്നെ പെണ്ണ് കാണാൻ വന്ന ആ ടോക്സിക് കെട്ടിയനെ ചായ കൊടുത്ത് ഓടിക്കുന്നു. എന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ പ്രണയിച്ച് വിവാഹം കഴിക്കുന്നു. ജീവിതം സുന്ദരം, സുഭിക്ഷം. അവൾക്ക് ജീവിതത്തെപ്പറ്റി ഒന്നും അറിയണ്ട, എല്ലാം അവളുടെ ഭർത്താവ് നോക്കുന്നുണ്ട്. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ നല്ലവനായ ഭർത്താവ് അടിച്ചു പോകുന്നു. കോമളം വീണ്ടും ഒറ്റയ്ക്കാകുന്നു. ഇത്ര നാളും അയാൾ സേവ് ചെയ്തു വെച്ച പണം ചിലപ്പോൾ അവൾക്ക് 1-2 വർഷം മുൻപോട്ട് പോകാൻ സഹായകരമായേക്കും. അതിനുശേഷം അവളുടെ ശമ്പളം മാത്രമാണ് അവൾക്കും കുട്ടികൾക്കും ജീവിക്കാനുള്ള ഏക മാർഗം. കോമളത്തിൻ്റെ ഭർത്താവ് ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ അവർക്ക് ഈ ഗതി വരില്ലായിരുന്നു. കഷ്ടപ്പെട്ട് അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് കയറിയ അവളുടെ ജീവിതം വീണ്ടും ലോവർ ക്ലാസ്സിലേക്ക് കൂപ്പുകുത്തുന്നു. അവൾക്ക് നല്ലത് മാത്രം സംഭവിക്കണേന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് അമ്മാവന്മാരും ആങ്ങളമാരും മറ്റൊരു കല്യാണം കഴിക്കാൻ അവളെ നിർബന്ധിക്കുന്നു. ഗത്യന്തരമില്ലാതെ അവൾ 4th വാൾ ബ്രേക്ക് ചെയ്ത് നമ്മളോട് കൈനീട്ടി ടൈം മിഷന് വേണ്ടി കേഴുന്നു. ഇവിടെ കോമളം ചെയ്ത തെറ്റെന്താണ്? എന്തുകൊണ്ടാണ് അവൾക്ക് ഈ ഗതി വന്നത്? രണ്ടാമതൊരവസരം കിട്ടിയിട്ട് പോലും കോമളം ശരിയായ ഒരു കാര്യം ചെയ്യാതിരുന്നു. അതാണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും കൃത്യമായ മണി മാനേജ്മെൻറ്റുമൊക്കെ ഉണ്ടാകണമെങ്കിൽ ഫിനാൻഷ്യലി എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം. ഈ എഡ്യൂക്കേഷൻ ഇല്ലാത്തതാണ് ഇന്ന് നമ്മൾ നേരിടുന്ന പ്രധാന പ്രശ്നം. അത് വീട്ടമ്മമാരായ ലോവർ ഫിനാൻഷ്യൽ ക്ലാസ്സിലെ സ്ത്രീകളിൽ വളരെയധികം കൂടുതലുമാണ്. ഒരു ജോലി കിട്ടിയാൽ ഇൻഡിപെൻഡൻ്റ് ആയെന്നും എംപവേർഡ് ആയെന്നും വിശ്വസിക്കുന്ന യുവതീ യുവാക്കളുള്ള നാടാണ് കേരളം. അവരറിയാനാണിത് പറയുന്നത്. ഒന്ന് കാൽ വഴുതി വീണാൽ, ഒരു മാസം ജോലിക്ക് പോകാതിരുന്നാൽ കിട്ടാതാവുന്ന അല്ലെങ്കിൽ തീർന്നു പോകുന്ന സേവിങ്സും സാലറിയും നിങ്ങളെ എങ്ങും എത്തിക്കില്ല. കിട്ടുന്ന ശമ്പളം കൂട്ടിവെക്കുന്നതിന് പകരം ഇൻവെസ്റ്റ് ചെയ്യുക. റോക്കറ്റ് വേഗത്തിൽ വളരുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിക്ഷേപിച്ച് വളർത്തുക. അതിന് ലക്ഷങ്ങളും കോടികളും ഒന്നും വേണ്ട. വെറും 2000-3000 രൂപ മതിയാകും. പക്ഷേ മാസം കൃത്യമായി ഡിസിപ്ലിൻഡായി ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി ഞാൻ ആദ്യം ചോദിച്ച ആ ചോദ്യം വീണ്ടും ഒന്നുകൂടെ ചോദിക്കട്ടെ. വാട്ട് ഈസ് വുമൺ എംപവർമെൻറ്റ്? അല്ല, വാട്ട് ഈസ് എംപവർമെൻറ്റ്? ഗെറ്റിംഗ് റിച്ച് ഈസ് എംപവർമെൻറ്റ്. Getting rich slowly with financial discipline is empowerment. Getting financially educated is empowerment. So get empowered now.